അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി കോളിഫ്ലവർ ആണ്. അതിപ്പോൾ എങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് അല്ലികളാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പ്, സുറുക്ക, വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കട്ടോ. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ ഈ എടുത്തു വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് പെട്ടെന്ന് തന്നെ മസാല പിടിച്ച് കിട്ടും. കോളിഫ്ലവറിൽ ഇട്ടാൽ ഇത് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി ചേർത്ത് കൊടുത്താൽ നേരെ ചൂടാവും ചെയ്യും. അതേപോലെ തന്നെ കോളിഫ്ലവറിൽ പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ പിടിച്ച് കിട്ടും. അതിന് ശേഷം ഈ കോളിഫ്ലവർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 വലിയ സവാള തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ പാനിലേക്ക് നമ്മളിത് കോരി എടുത്തതിന് ശേഷമാണ് അതിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൈയെടുക്കാതെ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. സവാള കരിഞ്ഞാൽ കറി ടേസ്റ്റ് കുറയും. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇതൊരു പാനിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു തക്കാളി, അത് ഒരു തക്കാളിയുടെ അരഭാഗം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കളറ് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും വഴറ്റിയതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കട്ടോ. അത് കറിക്ക് ഒരു നല്ലൊരു മണമാണ് കേട്ടോ. അത് തക്കാളിയൊക്കെ വഴറ്റി അതേപോലെ തന്നെ സവാള വഴറ്റിയതിന് ശേഷമൊക്കെ ഈ അരപ്പുണ്ടാക്കിയാൽ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പച്ച അരക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അതാണ് വഴറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഈ തക്കാളി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ നെയ്യുടെ ഒക്കെ ഒരു മണം, നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സിയിൽ നിന്ന് ഒഴിക്കാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരപ്പ് ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മസാലകൾ ഇതിലേക്ക് ഇടാനുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ചാറ്റ് മസാല 1/2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ചാറ്റ് മസാല എന്ന് പറയുന്നത് ഉണക്കമുളക്, പച്ചമല്ലി, നല്ല ജീരകം, പെരിഞ്ജീരകം, കുരുമുളക് ഇതൊക്കെ നേരിയ ചൂടാക്കിയിട്ട് പൊടിച്ച മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ. ഇറച്ചിയിലേക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അത് ഒന്ന് ഒരു കളറ് മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ കോളിഫ്ലവർ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ തന്നെ എടുത്തിട്ടുള്ളത്. ഈ കറി ചോറിൽക്കും ടേസ്റ്റാണ്. അതേപോലെ രാവിലത്തെ വെള്ളപ്പം, ദോശ, ചപ്പാത്തി എല്ലാവർക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോഴാണ് എടുത്തു വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ തന്നെ കോളിഫ്ലവറിൽ മസാലകളൊക്കെ പിടിച്ചിട്ട് ഉപ്പും മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതിലിട്ട് കൊടുത്തതിന് ശേഷം അധികം വേവിച്ചെടുക്കൊന്നും വേണ്ട. കോളിഫ്ലവറിന് അധികം വേവൊന്നുമില്ല കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ വേവിച്ചാൽ കറി ഇവിടെ റെഡിയായി കിട്ടും. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. നല്ല ടേസ്റ്റാണ് കറി. ചോറിൽക്കും ഒരു മീൻ വറുത്തത് ഉണ്ടായാൽ ചോറിൽക്ക് ഈ കറി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. എല്ലാതിൽക്കും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പൊറോട്ടയിലേക്കും ബ്രെഡിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ടൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.